കഴിഞ്ഞ കാലത്ത് ഏറെ ചർച്ച ചെയ്തത് നടി രേവതിയുടെ ഒരു ബ്ലൂ ഫിലിം ക്ലിപ്പിംഗ് ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് നടി രേവതിയുടെ ബ്ലൂ ഫിലിം ക്ലിപ്പിംഗ്. അത് സോഷ്യൽ മീഡിയയിൽ സജീവമായത് നടി രേവതി WCCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയതിലൂടെയാണ്. WCCയുമായി ബന്ധപ്പെട്ട് നടി രേവതി ശക്തമായ പ്രവർത്തനമാണ് നടത്തിയത്. നടി രേവതി പല പ്രാവശ്യം പറഞ്ഞു, പാവപ്പെട്ട പെൺകുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു സിനിമയിൽ. അവർക്ക് പ്രതികരിക്കാൻ ആരുമില്ല. അവർക്ക് വേണ്ടി പ്രതികരിക്കാനാണ് ഞങ്ങൾ WCC എന്ന സിനിമയുടെ വനിതാ സംഘടന തുടങ്ങിയത്. അതിനുശേഷം മിനിറ്റുകൾ കൊണ്ട് രേവതിയുടെ ബ്ലൂ ഫിലിം പ്രചരിച്ചു. രേവതിയുടെ ബ്ലൂ ഫിലിം പ്രചരിച്ചതിന് പിന്നിൽ മലയാളത്തിലെ ഒരു താരമാണെന്ന അഭ്യൂഹം പരന്നിരുന്നു അന്ന് തന്നെ. പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എതിർക്കുന്നവരെ ഒതുക്കുക, എതിർക്കുന്നവരുടെ കൈകൾ വെട്ടി അരിയുക. അതാണ് രീതി, അതാണ് ശൈലി, അതാണ് മലയാള സിനിമയുടെ മാഫിയ ബന്ധം. മലയാള സിനിമ ഇപ്പോൾ വലിയൊരു സെക്സ് മാഫിയ ബന്ധത്തിന്റെ കീഴിലാണ്. അതിൽ എല്ലാവരും ഉൾപ്പെടുന്നു എന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. അതിൽ A to Z ആയിട്ടുള്ള എല്ലാവരും അതിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പങ്കാളികളാണ്. മാത്രമല്ല, അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നീരാളിക്കയത്തിൽ വീഴുന്ന പെൺകുട്ടികൾക്ക് രക്ഷയില്ല, അവരെ രക്ഷിക്കാനെത്തുന്നവർക്കും രക്ഷയില്ല. രേവതി എന്ന ആശാ കേളുണി മലയാളികൾക്ക് സുപരിചിതമാണ്. കിലുക്കം അടക്കമുള്ള ചിത്രങ്ങൾ, ആൺകിളിയുടെ അടക്കമുള്ള ചിത്രങ്ങൾ, അതിലൂടെയൊക്കെ ശ്രദ്ധേയായ വലിയ നടിയാണ് അവർ. തേവർ മകനിൽ കമലഹാസന്റെ നായികയായിരുന്നു അവർ. അവരുടെ ബ്ലൂ ഫിലിമാണ് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പ്രചരിച്ചത്. അതിന് കാരണം അവർ പീഡിപ്പിക്കപ്പെട്ട ഇരകൾക്ക് വേണ്ടി നിന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോ രേവതി പറയുന്നു, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചില പ്രസക്ത ഭാഗങ്ങളെങ്കിലും പുറത്തുവിട്ടതിൽ സന്തോഷം. അവരത് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ പ്രതികാരത്തിന്റെ ഒരു കനലുണ്ട്. ഈ എന്താ പറയുക, ദേവാസുരത്തിലെ ഭാനുമതിയെ പോലെ, ചിലമ്പറഞ്ഞാടുന്ന കണ്ണകിയെ പോലെ. എന്തായാലും അവരുടെ ബ്ലൂ ഫിലിം പ്രചരിപ്പിച്ചതിന് പിന്നിലും മലയാള സിനിമയുടെ മാഫിയാണെന്ന സത്യം പുറത്തുവരുന്നു. വൈകിയാണ് പൊളിറ്റിക്സ് കേരള ഈ ന്യൂസുകൾ പുറത്തുവിടുന്നത്. വൈകുന്നതിന് കാരണം എല്ലാത്തിനും തെളിവ് വേണം, എല്ലാത്തിനും കാര്യകാരണങ്ങൾ വേണം, എല്ലാത്തിനും പര്യായ പദങ്ങളും വിപരീത പദങ്ങളും ഒക്കെ വേണ്ടേ. അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രേവതിയുടെ ആ പ്രശസ്തമായ ബ്ലൂ ഫിലിം എന്റെ പല പ്രേക്ഷകരും അത് കണ്ടു കാണും. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ നൽകുന്നില്ല. അത് വളരെ പെട്ടെന്ന് പുറത്തുവിട്ടത് മലയാള സിനിമയിലെ ഒരു മാഫിയാണ്, ഒരു സൂപ്പർ നടന്റെ സാന്നിധ്യത്തിലുള്ള മാഫിയ. മാത്രമല്ല, മലയാള സിനിമ പൊട്ടിത്തെറിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനേക്കാൾ ഭയാനകമായൊരു പൊട്ടിത്തെറിയെന്ന് വേണമെങ്കിൽ പറയാം. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഭീകരത നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിന്റെ ഭീകരതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. രേവതിയുടെ ബ്ലൂ ഫിലിം പുറത്തുവിട്ടതും ഈ മാഫിയാണെന്ന്, ഒരു സൂപ്പർ നടന്റെ കീഴിലുള്ള മാഫിയാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിരിക്കാനും വയ്യ, കരയാനും വയ്യ, നിർവികാരതയോടെ നമുക്കിരിക്കാം.